Lord. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ ഒരിക്കൽ കൂടെ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിലായിരിക്കാൻ ദൈവം അവസരം നൽകി തന്നല്ലോ. പ്രിയ സണ്ണിച്ചായൻ, മറ്റ് കർത്തൃവൃത്യന്മാർ, ലീഡ് ചെയ്ത പ്രിയ ദേവദാസൻ, ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. റിജോയ്സ് ഫാമിലിയോടൊപ്പം ഒരു പ്രാവശ്യം കൂടെ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നതിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. എല്ലാ പ്രിയമുള്ളവരോടും ദൈവനാമത്തിലുള്ള നന്ദി പറയുന്നു. അപ്പോൾ തന്നെ കർത്താവിന് രാത്രി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റ് മുഖവരുകളിലേക്കൊന്നും പോകാതെ വേഗത്തിൽ ദൈവനെ ഏൽപ്പിച്ച വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. എല്ലാ പ്രിയമുള്ളവരുടെയും പ്രാർത്ഥനയെ ദൈവനാമത്തിൽ ഞാൻ ചോദിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഒരാളൊന്ന് ശബ്ദമുയർത്തി വായിച്ചാൽ നന്നായിരിക്കും. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 21-ാം വാക്യം. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. ആമേൻ. ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു കാറ്റ് അയക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തി ആമേൻ ദൈവത്തെ സ്തുതിക്കാൻ ഈ പ്രാരംഭ സമയം തയ്യാറാകട്ടെ. നമുക്കവിടെ ശ്രദ്ധിച്ചാല് ഒരു കാര്യം മനസ്സിലാകും. ഇയ്യോബ് എന്തായാലും മുകളിലേക്ക് നോക്കിയിട്ടാണ് ഈ പ്രസ്താവന നടത്തുന്നത്. എന്തേ അതിന്റെ അർത്ഥം? താഴെ ഇപ്പൊ ഇയ്യോബിന് നോക്കാൻ ഒന്നുമില്ല. അമ്മാമ്മയെ നോക്കാന്ന് ഓർത്ത അമ്മാമ്മ ഇട്ടിട്ട് പോയി. കുഞ്ഞുങ്ങളെ നോക്കാം എന്ന് ഓർത്ത കുഞ്ഞുങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ആടിനെ നോക്കാന്ന് ഓർത്ത ആടിനെ ആടില്ല. കഴുതയെ നോക്കാന്ന് ഓർത്ത കഴുതയില്ല. ഇവിടെ നോക്കാൻ ഒന്നും ഇയ്യോബിനില്ല. പക്ഷേ ഇവിടെ ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും മുകളിലേക്കുള്ള നോട്ടം ഇയ്യോബ് മാറ്റിയില്ല. ഇന്ന് രാത്രി ആമേൻ ദൈവമക്കൾ ഒരു കാര്യം അറിയണം. ഇവിടെ നോക്കാൻ ഒത്തിരി ഉള്ളപ്പോഴാണ് പലരുടെയും നോട്ടം മാറിപ്പോകുന്നത്. പക്ഷേ ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് ആമേൻ അവൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ അവൻ അഭിമാനിച്ചിരുന്നത് മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് അവൻ മുകളിലേക്ക് നോക്കിയിട്ട് പറയുക, ഇപ്പോൾ എന്റെ വിഷയത്തിനകത്ത് പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല, പക്ഷേ പ്രത്യാശയുടെ വാക്ക് എങ്കിലും കാറ്റ് കടന്ന് ആമേൻ അതിനെ തെളിവാക്കും. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത്, നിങ്ങളുടെ ആമേൻ ശാരീരിക ബലഹീനതയ്ക്കകത്ത്, ആമേൻ നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിനകത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കകത്ത് പ്രതീക്ഷിക്കത്തക്കതൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പിന്നോട്ടു പോകരുത്. ആമേൻ പ്രത്യാശയുടെ വാക്ക് പറയണം. ഒരു കാറ്റ് ദൈവം എനിക്കായി അയക്കുന്നുണ്ട്. ആമേൻ ഈ ആകാശത്ത് ശോഭിക്കേണ്ടത് നക്ഷത്രങ്ങളാണ്, അല്ലെങ്കിൽ സൂര്യനാണ്, ചന്ദ്രനാണെന്ന് നമുക്കറിയാം. അതവിടെ ഇല്ലെന്നല്ല ഇയ്യോബ് പറഞ്ഞത്. എവിടെയോ അതിനെ മറച്ചു വെച്ചിരിക്കുകയാ. ഇന്ന് രാത്രി ശോഭിക്കേണ്ടതിനെ മറച്ചു വെച്ചിരിക്കുന്ന ചില കാർമേഘങ്ങളെ സ്വർഗം കാറ്റയച്ചു മാറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇതിനകത്താളുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാ. പ്രിയരെ, ശ്രദ്ധിച്ചേ നിങ്ങള്. ആമേൻ ഞാൻ ഇയ്യോബിനോട് ചോദിച്ച് എന്ത് പ്രസ്താവനയാ ഈ പുള്ളി നടത്തിയത്? ആമേൻ കാറ്റ് വരുമെന്ന് ഇയ്യോബെ ചോദിച്ച്, ഇയ്യോബെ നിനക്ക് കാറ്റിനെ പേടിയില്ലേ ഇയ്യോബെ എന്ന് ചോദിച്ച്. കാര്യം എന്താണെന്നറിയാമോ? 1-ാം അധ്യായം 19-ാമനകത്ത് വാക്യത്തിനകത്ത്
തന്റെ വീടിന്റെ 4 മൂലയ്ക്കും എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ മരുഭൂമിയിൽ നിന്ന് വെളിപ്പെട്ടു വന്ന ഒരു കൊടുങ്കാറ്റാണ് ഇയ്യോബിന്റെ മക്കളെ മുഴുവൻ കവർന്നു കൊണ്ടുപോയത്. സ്തോത്രം. ആ ഇയ്യോബ് ഇപ്പൊ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഒരു കാറ്റ, വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം, അല്ലേ? പക്ഷേ ഇയ്യോബിനൊരു കാര്യം അറിയാം. പിശാച് അവൻ അടുപ്പിച്ച കാറ്റ് എന്റെ നന്മ മുഴുവൻ കൊണ്ടുപോയെങ്കിൽ, ഹല്ലേലൂയ, ചുഴലിക്കാറ്റിൽ എനിക്ക് വേണ്ടി ഇറങ്ങാൻ ഒരു ദൈവമുണ്ട്. അവൻ നഷ്ടപ്പെട്ടതിനെയൊക്കെ അത് ഇരട്ടിയായി മടക്കി കൊണ്ടുവരുമെന്ന പ്രത്യാശ. ഏത് വിഷയത്തിനകത്ത് നീ പരാജയപ്പെട്ടോ ആ വിഷയത്തിലൂടെ കരം പിടിച്ച് നിന്നെ ഉയർത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകണം പ്രിയരെ. സ്തോത്രം. ആമേൻ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, പ്രാർത്ഥിക്കാത്തവന്റെ വീടിന് നേരെ അല്ല കാറ്റടിച്ചത്. യാഗം കഴിക്കാത്തവന്റെ വീടിന് നേരെ അല്ല കാറ്റടിച്ചത്. ഭക്തനായിരുന്നു, നേരുള്ളവനായിരുന്നു, നിർദോഷിയായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, എന്നിട്ടും കാറ്റടിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പെർഫ്യൂമിനകത്ത് കുളിച്ചുകൊണ്ടിരുന്ന പുള്ളിയായിരുന്നു ഇയ്യോബ്. തൈല നദി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാനൊക്കെ ഇവിടെ ഈ പെർഫ്യൂമിന്റെ കുറ്റിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കും. നോക്കിയിട്ട് ഒരു മാസമൊക്കെ കൊണ്ടുപോകണ്ടല്ലേ എന്ന് ഓർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കുന്നു. പക്ഷെ ഈ പുള്ളി ഇതിനകത്ത് കുളിച്ചുകൊണ്ടിരുന്ന കക്ഷി. സ്തോത്രം. പക്ഷേ സംഗതിയെല്ലാം ഒരു കാറ്റ എല്ലാം കൊണ്ടുപോയി. പക്ഷേ ഇയ്യോബ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇയ്യോബിന്റെ കഷ്ടത ദൈവം അനുവദിച്ചതായിരുന്നു, അല്ലേ? അല്ലേ? അതെ. അപ്പോ നമുക്കറിയാം, സാത്താൻ ചെന്നിട്ട് ചോദിച്ചു, പാറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ ഇയ്യോബിനെ അനുവദിച്ച എന്നാന്നറിയാവോ? ദൈവത്തിനറിയാം, പാറ്റിയാലും ഇവൻ എന്നെ ഇട്ടിട്ട് പോവുകയാണ്. സ്തോത്രം. പത്രോസിനെ പാറ്റാൻ അനുവദിച്ചില്ലല്ലോ. അനുവദിച്ചോ? കാരണം ദൈവത്തിനറിയാം ഇട്ടിട്ട് പോകുന്നു. അങ്ങനെയാണ് നമുക്കെതിരെയുള്ള ആപ്ലിക്കേഷൻ ഒക്കെ സ്വർഗം കീറിക്കളഞ്ഞോണ്ടാ ഇന്ന് രാത്രി നമ്മളൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത് ഓർത്തോളം. സ്തോത്രം. അപ്പൊ എല്ലാം അറിയുന്ന നമ്മുടെ കപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം അറിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. പക്ഷേ ഈ കഷ്ടതയ്ക്കകത്ത് ഇയ്യോബ് ചെയ്യാതിരുന്നതും ഇയ്യോബ് ചെയ്തതും 1-ാം അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? വീണ് സകലതും നഷ്ടപ്പെട്ടിട്ടും വീണ് ദൈവത്തെ നമസ്കരിച്ചു. അവന്റെ കഷ്ടത, അവന്റെ ആരാധനയെ തൊടാൻ അവൻ അനുവദിച്ചില്ല. ദൈവമക്കളെ, ജീവിതത്തിനകത്ത് ഏത് പ്രതികൂലം വന്നാലും നമ്മുടെ ആത്മീയത്തെ തൊടാൻ നിങ്ങൾ അനുവദിക്കരുത്. അവിടെയും ദൈവത്തെ ആരാധിക്കാൻ. എന്താ താൻ ചെയ്യാതിരുന്നെന്ന് ചോദിച്ചാൽ ദൈവത്തെ കുറ്റം പറയുകയോ പാപം ചെയ്യുകയോ ചെയ്യാത്ത ഒരു ഇയ്യോബിനെ നമുക്ക് ഇവിടെ കാണാം. ദൈവമക്കളെ, ഈ നമ്മളൊക്കെ കർത്താവിനെ കണ്ടുമുട്ടിയതിന് വിവിധമായ സാഹചര്യങ്ങൾ കാണാം, അല്ലെ? അല്ല, ഞാനൊന്ന് ഇടയ്ക്ക് കയറി ചോദിച്ചോട്ടെ, നമുക്ക് 10:30 വരെ അല്ലേ സമയം ഇവിടുത്തെ? അല്ലേ? ഇത് ഖത്തർ ടൈമാ ചോദിച്ചേ? അല്ല, ഞാൻ ഇന്ത്യൻ ടൈം. ഇന്ത്യൻ ടൈം 11:30 വരെ. ഓക്കെ 11:30. ഓക്കെ, 9 o'clock വരെ. എനിക്ക് 11:30 എന്നുള്ളത് ഞാൻ 10:30 പോയത്. ഓക്കെ, സ്തോത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ കഷ്ടതയ്ക്കകത്ത് അല്ലെങ്കിൽ രോഗത്തോടുള്ള ബന്ധത്തില്, ശൂന്യതയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കും നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയത്, അല്ലെ? എന്തെങ്കിലുമൊക്കെ മുഖാന്തരം കാണും. പക്ഷെ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയതെന്നറിയോ? ഈ ഒറ്റപ്പെട്ട് അപമാനിക്കപ്പെട്ട്
ചാട്ട കൊണ്ട് മെതിക്കപ്പെട്ട് ക്രൂശിൽ കഷ്ടതയ്ക്കകത്ത് കിടക്കുന്ന കർത്താവിനെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ കഷ്ടതയ്ക്കകത്ത് കിടക്കുന്ന യേശു ദൈവപുത്രൻ എന്ന് തിരിച്ചറിഞ്ഞൊരു കള്ളൻ. വല്ലോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. നമ്മൾ അനുഭവിച്ച കഷ്ടതയ്ക്കകത്താണ് പലപ്പോഴും ദൈവത്തെ കണ്ടുമുട്ടിയത്. ഇവിടെ കർത്താവ് അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത് ഇവൻ പറയും, നീ രാജത്വം എന്ന് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. നിസ്സഹായതയോടെ പിതാവിനാൽ കൈവിടപ്പെട്ട് പടയാളികളും ഒരു ഭാഗത്തെ കള്ളനും നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ എന്ന് പറയുന്നിടത്തും നിസ്സഹായതയോടെ കിടക്കുന്ന വിരൂപമായ അമേൻ കർത്താവിനെ നോക്കിയിട്ട് ഇവൻ ആ കഷ്ടതയ്ക്കകത്തും ദൈവത്തെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, അമേൻ, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിസന്ധിക്കകത്തും ആമേൻ ദൈവത്തെ കാണാൻ പറ്റുന്ന, ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്ന ആത്മീയ നിലവാരത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെടേണ്ടതുണ്ട്. സ്തോത്രം. ശത്രു നന്മയെ തടയുമ്പോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുമ്പോ ആമേൻ നിരാശപ്പെട്ട് പിന്മാറി പോകരുത്. പ്രതീക്ഷയോടെ ദൈവം ഇതിൽ കാത്തിരിക്കണം. സ്തോത്രം. ഒന്നും കാണുന്നില്ലായിരിക്കും. സ്തോത്രം. എന്നാൽ തടസ്സങ്ങളെ മാറ്റാൻ, ചലിക്കാത്തതിനെ ചലനിപ്പിക്കാൻ ഒരു ദൈവപ്രവൃത്തി വരുന്നുണ്ട് എന്ന് റിജോയ്സ് മിനിസ്ട്രിയോട് ദൂത് പറഞ്ഞാൽ അതങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ ഹല്ലേലൂയ, ഇന്നുള്ളതെല്ലാം ആമേൻ കാർമേഘത്തിന്റെ കീഴിലാണെന്ന് തോന്നിയാലും ആമേൻ ചുഴലിക്കാറ്റിലിറങ്ങാൻ നാം സേവിക്കുന്ന ദൈവം ശക്തനെന്ന് ആമേൻ ഉറപ്പോടെ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ. പ്രൈസ് ഗോഡ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ വേഗത്തിൽ ചോദിച്ചു, വേഗത്തിൽ മുന്നോട്ട് പോകാം. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ഹന്നയുടെ ഉദരം അടച്ചതാരാ? ആരാ അടച്ചേ? ദൈവമല്ലേ? അങ്ങനാന്ന് എഴുതിയേക്കുന്നേ. സ്തോത്രം. പക്ഷെ ദൈവം അടച്ചതിനെ അവള് പ്രാർത്ഥിച്ചു തുറന്നല്ല എഴുതിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാര്യങ്ങൾ കാരണം ഈ ദൈവം അടച്ചെന്നറിഞ്ഞിട്ടും നിരാശപ്പെട്ടില്ല. ആരെയും അവള് കുറ്റം പറഞ്ഞില്ല. നമ്മുടെ പ്രതികരണത്തിന് ഭയങ്കര പ്രസക്തി ഉണ്ട് കേട്ടോ. ഇനി ഞാൻ എത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ ഒരു ചിന്തയിൽ ഈ എൽക്കാന ആദ്യം കല്യാണം കഴിച്ചത് ആരെയായിരിക്കും? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം എന്തിനാ പാസ്റ്റർ? സ്തോത്രം. എന്റെ ചിന്തയിൽ രണ്ട് കാര്യം പറയാം. ഒന്ന്, ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് ഹന്നയുടെ പേരാണ്. രണ്ട്, ഈ യഹൂദന്റെ ശിഷ്ടം അനുസരിച്ച് ഒരു വിവാഹം കഴിഞ്ഞാൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് തലമുറയ്ക്കാണ്. അതില്ലാതെ വന്നപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റിന് അബ്രഹാം തയ്യാറായതുപോലെ ഇവിടെയും രണ്ടാമതൊരു അഡ്ജസ്റ്റ്മെന്റിന് എൽക്കാന തയ്യാറായി. അങ്ങനെയാണ് പെരീന വന്നത്. ഇനി ഞാൻ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ വീട്ടിൽ പ്രശ്നം ആരംഭിച്ചത് എപ്പോഴാണെന്നറിയാവോ? വലിയ കുഴപ്പമില്ല. ഈ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിൽ ഇരട്ടി കൊടുക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ആര്? എൽക്കാന. പക്ഷെ പ്രശ്നം ആരംഭിച്ചത് കുറവ് ചൂണ്ടിക്കാണിച്ചപ്പോഴും. നമ്മുടെ സഭയിലൊക്കെ അങ്ങനെയാണല്ലോ. പ്രശ്നം ആരംഭിക്കുന്നത് കുറവ് ചൂണ്ടി കാണിക്കുമ്പോൾ. പക്ഷെ ഒരു കാര്യം ഞാൻ അവിടെ ഒന്ന് പറയാം. എനിക്കുള്ളത് മറ്റൊരാൾക്ക് ഇല്ലാത്തത് കൊണ്ട് അഹങ്കരിക്കും. സ്തോത്രം.
അതുകൊണ്ടാ ഹന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് ചുമ്മാ ഡംപിച്ച് വർത്താനം പറയരുതെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ് മതി ഈ ഉള്ളതെല്ലാം എന്തോ ചെയ്യാൻ, പോകാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാം കർത്താവ് തന്നതാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവ മക്കളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഹന്നയുടെ ഉദരം അടച്ചത് ദൈവമാണ്. പക്ഷേ ദൈവം ഒരുക്കിയ ഇടത്തിരുന്ന് അവൾ ദൈവത്തിനൊരു ഇടം ഒരുക്കി. ഒന്നുകൂടെ പറയാം, ഞാൻ പറയാം, ഒരു കുഞ്ഞില്ലാത്തത് മാത്രമല്ല ഹന്നയുടെ പ്രശ്നം. അവള് ആലയത്തിന്റെ ശൂന്യത അവള് മനസ്സിലാക്കി. ആ കാലഘട്ടത്തിൽ പുരോഹിതന്റെ മക്കളും പുരോഹിതന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ ആ ശൂന്യതയും കൂടെ തിരിച്ചറിഞ്ഞു. ആ ഭാരം അവൾ ഏറ്റെടുത്തു. നിങ്ങൾ ശ്രദ്ധിക്ക്, ആലയത്തിന്റെ വിഷയത്തിലുള്ള ഭാരം അവൾ ഏറ്റെടുത്തപ്പോ അവളുടെ ഭാരം ദൈവം ഏറ്റെടുത്തു. സ്തോത്രം. അങ്ങനൊരു ദൈവം നമുക്കുള്ളതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാ. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവം എനിക്ക് ഒരുക്കിയ ഇടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരുക്കിയ ഇടത്തിരുന്ന് ദൈവത്തിനൊരിടമൊരുക്കാൻ തയ്യാറാകുമെങ്കിൽ, ആലയത്തിനകത്തവള് വന്നത് ഹൃദയം തകർന്ന മനോവ്യസനമുള്ളവളായിട്ട, പക്ഷേ ആലയം വിട്ടവള് പോയത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പിന്നെ അവളുടെ മുഖം വാടിയില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ തൂതു പറയാം, ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ വന്നത് എവിടെയെങ്കിലും ഒരു വ്യസനത്തോടെ, ഒരു വേദനയോടെ, ഒരു ഭാരത്തോടെയാണെങ്കിൽ ഈ രാത്രി നിങ്ങൾ ആശീർവാദം കഴിഞ്ഞെഴുന്നേൽക്കുന്നത് ആമേൻ സന്തോഷത്തോടെ ആയിരിക്കും, സ്വസ്ഥതയോടെ ആയിരിക്കും, സമാധാനത്തോടെ ആയിരിക്കും എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ, ആമേൻ ആ വചനം നിങ്ങളുടേതാക്കി മാറ്റാൻ തയ്യാറാകുമെങ്കിൽ, അത് നിങ്ങളുടെ കൂടാരത്തിനകത്ത് നിവർത്തിക്കാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് എന്ന് ആമേൻ തിരിച്ചറിഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ ഇന്ന് രാത്രി ആമേൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയുടെ ആഴം തിരിച്ചറിഞ്ഞ് ആമേൻ അവൾ ആലയം വിട്ട് എഴുന്നേറ്റത്, ആമേൻ അവളുടെ ജീവിതത്തിൽ വന്നത്, അവൾ അനുഭവിക്കുന്നത്, ആമേൻ ആ പ്രതിസന്ധി അത് ദൈവം ഒരുക്കിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ അല്ലെങ്കിൽ ആ ആലയത്തിനകത്ത് അവളുടെ വ്യത കണ്ടപ്പോ, അവളുടെ അധരം അനങ്ങുന്നത് കണ്ടപ്പം പാസ്റ്റർ ചോദിച്ചെന്നറിയാമോ, അടിച്ചത് 2 കൂടിപ്പോയില്ലെന്ന്. സ്തോത്രം. എനിക്ക് അവിടെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പ്രതികരണം അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. നമ്മളാണെ പറഞ്ഞ എന്റെ വീട്ടിലോ സ്വസ്ഥതയില്ല, ആലയത്തിൽ വന്നപ്പോ അങ്ങേരുടെ വായിന്നേ വരുന്നില്ല. ഇന്നൊക്കെയായിരുന്നേ ഹന്ന വർഷിപ്പ് സെന്റർ എന്ന് പറഞ്ഞ് അടുത്ത ചർച്ച് തുടങ്ങി. ഏതായാലും വേറെ, പക്ഷെ അവിടെ പ്രതികരണം കേട്ടോ, അല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു ഇതാ പ്രതികരിക്കുന്നത്. എടാ, ഇങ്ങോട്ട് ആരെങ്ങനെ പറഞ്ഞു ഉള്ളതല്ല വിഷയം, നമ്മുടെ പ്രതികരണം. ആമേൻ അവിടെയും സ്തോത്രം. പക്ഷെ ആ പ്രതികരണവും കഴിഞ്ഞ് അവൾ എഴുന്നേറ്റതേ, സ്തോത്രം, തിരിച്ചറിയ ദൈവമക്കളെ, പിന്നെ അവളുടെ മുഖം വാടിയില്ല. സ്തോത്രം. വാടുകയില, വാട്ടാൻ നോക്കുന്ന, ഞാൻ ഈ ഇങ്ങനെ പറയാറുണ്ട്, ഈ അപ്പോസ്തല പ്രവൃത്തി 28 വാക്യമുണ്ട്, കടലിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം എന്ന് എഴുതി ഇല്ലേ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇരുളിന്റെ വ്യാപാരം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. സ്തോത്രം. ഈ രാത്രി വിശ്വാസത്തിൽ ഉറയ്ക്ക് ദൈവകൃപയുടെ ആഴം, സ്തോത്രം, അവൻ ഏറ്റെടുക്ക്. അവൻ രക്ഷപ്പെടരുതെന്ന് വാദിക്കുന്ന ആ ഇരുളിന്റെ ആധിപത്യത്തെ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ദൈവ നാമ മഹത്വത്തിനായി ആമേൻ ദൈവപ്രവൃത്തിയുടെ ദൈവാലോചനയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ
ഹല്ലേലൂയ, തകർച്ചയും കലക്കവും കൊണ്ടുവരുന്ന ദുരാത്മമേഖലകൾ ശാസിക്കപ്പെടട്ടെ. കർത്താവേ സ്തോത്രം. ഇനി ദൈവമക്കളോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എല്ലാ കാറ്റും പ്രതികൂലത്തിന്റെ കാറ്റല്ല കേട്ടോ. സ്തോത്രം. ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു പോകാം. 8:1 നമ്മൾ വായിക്കുമ്പോ പെട്ടകത്തിലുള്ള സകലത്തെയും ദൈവം ഓർത്തു എന്നോടൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, അല്ലെ? നിങ്ങൾ ഒരു കാര്യം ഞാൻ കയറി പറയാം, അതെന്റെ വിഷയം എല്ലാവരും പറയാം. ഈ പെട്ടകത്തിൽ നോഹയുടെ കുടുംബത്തെ മാത്രമല്ല ദൈവം ഓർത്തത്, അതിനകത്തുള്ള സകല ജീവജാലങ്ങളെ ഓർത്തെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ അർത്ഥം എന്നറിയാമോ? നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല ദൈവം ഓർക്കുന്നത്, നിങ്ങൾക്കുള്ള സകലത്തെയും ദൈവം ഓർക്കുന്ന ദൈവമാ. ആമേൻ. സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയണം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? അവിടെ ഒരു കാറ്റടിച്ച കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? അപ്പൊ ഈ പെട്ടകം നോഹ പണിതത് ശരിയാ, പക്ഷെ ഈ പെട്ടകത്തിന്റെ ഒരു നിയന്ത്രണവും പുള്ളിക്ക് അറിയില്ല. മാലുമിയില്ല, കപ്പിത്താനില്ല, വിട്ട് നോക്കാൻ സംവിധാനം ഇല്ല, ദിക്കറിയില്ല. ന്യായവിധിയുടെ വെള്ളത്തിൽ ഇതിങ്ങനെ ഒഴുകി പോവുക. അന്നേരമാണ് ഒരു കാറ്റ്. ഒന്ന് ഓർത്തു നോക്കിയേ. ഒരു എത്തും പിടിയില്ലാതിരിക്കുമ്പോ പെട്ടെന്നൊരു കാറ്റും കൂടെ വരിക. നമ്മൾ പറയാറില്ലേ, പട മേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോ സ്വോത്രം പന്തവും കൊളുത്തി പട ഇങ്ങോട്ടെന്ന് പറഞ്ഞ പോലെ എന്തായി തീരും ഇതിന്റെ അവസാനം, ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ ഓർത്ത് ഒരെത്തും പിടിയില്ലാതെ ഈ നോഹ ഇരിക്കുമ്പോഴ കാറ്റ്. സ്വോത്രം. എന്തിനാ കാറ്റ് അടിച്ചതെന്നറിയുമോ? അവിടെ എഴുതിയിട്ടുണ്ട് 3-ാം വാക്യം 8:3, വെള്ളം ഭൂമിയിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. സ്തോത്രം. അപ്പൊ ഈ വെള്ളം ഇറങ്ങിയാൽ ഈ വെള്ളം ചെന്ന് കടലിലാണ് അവസാനിക്കുന്നത്. സ്തോത്രം. അങ്ങനെ കടലിന്റെ ആഴത്തിൽ നീ ആണ്ടുപോകുന്നതിന് മുമ്പ് നിന്നെ ഉറപ്പിക്കാനാ, നിനക്കുള്ളതിനെ ഉറപ്പിക്കാനാ ദൈവം ഈ കാറ്റടിപ്പിച്ചതെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം. ഈ രാത്രി അടുത്ത ദൂത് പറയാം. ചിലതിനെ അവൻ ഉറപ്പിക്കാൻ ഇന്ന് രാത്രി ഒരു കാറ്റ് അവൻ പരിശുദ്ധാത്മാവ് അയക്കുന്നുണ്ട്. വിശ്വസിക്ക്. ഹല്ലേലൂയ. അവൻ എന്തായി തീരും ഇതിന്റെ അവസാനം, ഇതെവിടെ അവൻ ചെല്ലും എന്നോർത്ത് ഭാരപ്പെടുന്ന ഒരാളെങ്കിലും ഈ രാത്രി മീറ്റിങ്ങിനകത്തുണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ തകർക്കാനല്ല കുഞ്ഞെ കാറ്റ്, ഹല്ലേലൂയ ഉറപ്പിക്കാനാണ് കാറ്റ്. സ്തോത്രം. ഇനി അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ ഒരു നിയന്ത്രണവും ആരുടെ കയ്യിലല്ല. സംഗതി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വണ്ടി ഉണ്ടാക്കിയെന്നുള്ളത് ശരിയാ. സ്തോത്രം. പക്ഷേ ഇതെങ്ങനെ ഓടിക്കണമെന്നോ എവിടെ ചവിട്ടി നിർത്തണമെന്നോ എവിടത്തെ ഒന്നും പുള്ളിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അവിടെ നിന്നൊരു ദൂത് പറയാം. പെട്ടകം പണിതത് ദൈവത്തിന്റെ അളവിലാണെങ്കിൽ, സ്തോത്രം, നീ പെട്ടകത്തിനകത്താണെന്ന് ഉറപ്പുണ്ടെങ്കിൽ 100% ഉത്തരവാദിത്വം ദൈവത്തിന്. സകലത്തിന്റെയും നിയന്ത്രണം ദൈവത്തിന്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയാം. കർത്താവിന്റെ അളവിലാണ് പണിയെങ്കിൽ, സ്തോത്രം, ഞാൻ പ്രസ്ഥാനത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, ഈ സെൻട്രൽ മാസ്റ്റർമാരുടെ കാര്യമല്ല പറഞ്ഞേ, അവരുടെ ഒന്നും അളവിന്റെ കാര്യമല്ല പറഞ്ഞേ, ദൈവത്തിന്റെ അളവിലാണ് സംഗതി പണി നടത്തുന്നതെങ്കിൽ. ഇനി 2, പെട്ടകത്തിനകത്താണെന്ന് ഉറപ്പുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടി സ്വർഗം ഉത്തരവാദിയായിരിക്കും. ന്യായവിധിയുടെ വെള്ളത്തിന്റെ മീതെ, അല്ലെങ്കിൽ ആ വെള്ളത്തിനകത്ത് ഒരുപാട് സാധ്യതകൾ ഇല്ലാതെ പോയി, തകർന്നുപോയി. പക്ഷേ അളവിൽ പണിതതിനെ തകർക്കാൻ
ആമേൻ, പ്രളയത്തിന് കഴിഞ്ഞില്ല, പ്രതിസന്ധിക്ക് കഴിഞ്ഞില്ല, രോഗത്തിന് കഴിഞ്ഞില്ല, ശൂന്യതയ്ക്ക് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഉറയ്ക്ക് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രതികൂലത്തിനും ആമേൻ ആമേൻ എന്നെ തകർക്കാൻ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ കർത്താവിന്റെ വാക്കനുസരിച്ചാ ജീവിക്കുന്നത്. ഞാൻ ദൈവരാജ്യത്തിനകത്താണ് എന്ന ഉറപ്പ് ഈ രാത്രി നിങ്ങൾ പ്രാപിച്ചെടുക്കാൻ ഹല്ലേലൂയ തയ്യാറാണ്. ഇനി ശ്രദ്ധിച്ചേ, ഈ നോഹ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആദ്യം ഒരു കാക്കെ പുറത്തു വിട്ടത്. പുള്ളി തിരിച്ചുപോലും വന്നില്ല. സ്തോത്രം. ചിലതിനെയൊക്കെ പ്രാർത്ഥിച്ച് വിടുന്നത് ഒരു ഭയങ്കര പ്രതീക്ഷയോടെ. പക്ഷെ തിരിച്ചൊരു ഫോൺ പോലും ഇതുവരെ വന്നിട്ടില്ല. സ്തോത്രം. ചിലതൊക്കെ വരാത്തതും നല്ലത്, പോട്ടെ, അത് ഞാനങ്ങ് വിട്ടു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇത് തിരിച്ചു വരാഞ്ഞത് കൊണ്ട് നോഹ നിരാശനായില്ല കേട്ടോ. അദ്ദേഹം പിന്മാറിയില്ല, പ്രാർത്ഥന മതിയാക്കിയില്ല, സ്തോത്രം, ഉപവാസവും മതിയാക്കിയില്ല. എന്നാ ഉപവാസം, ആണ്ടിലാണ്ടിൽ ആഴ്ചയിലാഴ്ച ഉപവാസം, വേറെ പണിയൊന്നും ഇല്ല എന്നല്ല പുള്ളി പറഞ്ഞു. പുള്ളി രണ്ടാമതൊരു പ്രാവിനെ വിട്ടു. പ്രാവും തിരിച്ചു വന്നത് നിരാശയും കൊണ്ടാണ്. പ്രതീക്ഷിക്കുന്നതൊന്നും പ്രാവിന്റെ കയ്യിൽ ഇല്ലായിരുന്നു. പക്ഷെ ഒരു ഗുണം കൂടി, ഇത് തിരിച്ചു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. തിരിച്ചു വരുന്നത് വലിയൊരു കാര്യമാണ്. സ്തോത്രം. തിരിച്ചു വരേണ്ടതൊക്കെ ഉണ്ട്, വന്നോണം. സ്തോത്രം. എന്നിട്ടും ഈ പുള്ളു കാക്കയെ വിട്ടു, പ്രാവിനെ വിട്ടു, ഒരു ഗുണം ഉണ്ടായില്ലെന്നും പറഞ്ഞ്, നമ്മുടെ ഭാഷയെ പറഞ്ഞ പാട്ടുപെട്ടി മടക്കിയെന്നാണ് പുള്ളി. ഒരു 7 ദിവസം കൂടെ, എന്റെ ചിന്ത പറയാം, ഒരു 7 ദിവസം കൂടെ പുള്ളി ആമേൻ ആ പെട്ടകത്തിനകത്തിരുന്ന് സ്തോത്രം പറഞ്ഞു. ഇപ്പൊ നിന്റെ വിഷയത്തിന് മറുപടി കിട്ടിയില്ലെന്നോർത്ത് ഞാൻ ഒരു വാക്ക് കയറി പറയാം. പെട്ടകത്തിനകത്ത് കയറിയ നീ നിരാശപ്പെടരുത്. ഞാൻ ദൈവരാജ്യത്തിനകത്താണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ വായിക്കകത്തുനിന്ന് നിരാശയുടെ വാക്ക് വരരുത്. സ്തോത്രം പറഞ്ഞിരുന്നിട്ട് 7ാമത് വീണ്ടും ഈ പ്രാവിനെ അയച്ചു. മടങ്ങി വന്നതേ നിരാശയും കൊണ്ടല്ല. ഏത് സ്ഥലത്തുനിന്ന് നിരാശ വന്നോ, ഏതു വ്യക്തി നോ പറഞ്ഞോ, അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. നിരാശപ്പെടാതെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ, നിരാശയുടെ അനുഭവിക്കേണ്ട വന്ന സ്ഥലത്ത് നോ പറഞ്ഞ വ്യക്തിയെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കരുത്തുള്ളൊരു ദൈവം എനിക്കുണ്ട് എന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. സ്തോത്രം. നമ്മുടെ കുറിവാക്യം മറന്നുപോയത്, ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. എങ്കിലും ഒരു കാറ്റ് വരാനുണ്ട് എന്ന് സ്തോത്രം ദൈവമക്കള് തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയുടെ ആഴം തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ആമേൻ, ന്യായവിധിയുടെ വെള്ളം ശൂന്യത വരുത്തിയ 1ഉം 2ഉം പ്രാവശ്യം ആമേൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിരാശയും മാത്രം കൊണ്ടുവന്ന ഇടത്തേക്ക് വീണ്ടും പ്രതീക്ഷയോടെ ഭക്തനയച്ചത് ആമേൻ ദൈവം അവന് വേണ്ടി മറച്ചു വെച്ച നന്മയുടെ അടയാളമാണെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത ദൂതേറ്റെടുത്തോ. ദൈവം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചില നന്മ മറച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. ഭക്തന്റെ നന്മ ഒരു പ്രളയത്തിനകത്തും തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. പ്രിയരെ, പ്രതീക്ഷയോടെ ഇന്ന് രാത്രിയും ആമേൻ ബലപ്പെട്ടു. പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറരുത്, ഉപവാസത്തിൽ നിന്ന് പിന്മാറരുത്. അല്ലെങ്കിൽ പ്രത്യാശയിൽ ഉറച്ചു നിൽക്ക്. ആമേൻ. കർത്താവ് സകലത്തെയും ആമേൻ നിവർത്തിക്കുവാൻ
അവൻ കരുത്തുള്ള ദൈവമാണ് എന്ന് ദൈവം പറ. അവൻ സാധ്യതകളില്ലാത്ത ഇടത്ത് നിന്ന് നോ പറഞ്ഞ വ്യക്തിയിൽ കൂടെ ദൈവം എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, അവൻ എന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി ദൈവം തന്റെ പ്രവൃത്തി അയക്കും എന്ന് വിശ്വസിക്കാൻ ദൈവമക്കൾ ഇന്ന് രാത്രി തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒന്ന് രണ്ട് കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിട്ട് ചെങ്കടലിന്റെ തീരത്ത് വന്ന കാര്യം, അവിടെ കാറ്റടിച്ച കാര്യമൊക്കെ നമുക്കറിയാം. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഫറവോന്റെ ധാരണ എന്നാന്നറിയാമോ? ഇവര് പോയ എവിടെ വരെ പോകും? ചെങ്കടലിന്റെ തീരത്ത് വരെ, അല്ലേ? ഇതാ ഈ പുള്ളിയുടെ മനസ്സിലിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ മുന്നിലും വഴിയില്ല, ബാക്കിലും വഴിയില്ല എന്ന് പറഞ്ഞ സ്റ്റക്കായി നിൽക്കുക. ഇന്ന് രാത്രി ചലനമില്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ വരാൻ പോവുക. മുൻപോട്ടുമില്ല, പിന്നോട്ടുമില്ല, എവിടെയോ നിശ്ചലമായി എന്ന് തോന്നുന്ന ആ വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇടപെടും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളിതൊരു പ്രസംഗമായിട്ട് എടുക്കരുത്. എന്നെ ഏൽപ്പിച്ച ദൂത് മാത്രം കൈമാറി ഞാൻ മുന്നോട്ട് പോവുക. അതേത് വിഷയമായിക്കോട്ടെ, സ്തോത്രം, ദൈവം അതിന്റെ മേൽ സ്തോത്രം ഇടപെടും. ചിലരുടെ ധാരണ എന്നറിയാമോ? ഈ ഫറവോനൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഒരു വഴി തുറന്നേനെ എന്നാ, അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഫറവോൻ തീർന്നിട്ടല്ല വഴി തുറക്കുന്നത്, വാക്തത്വമുള്ളവന് വഴി തുറന്നു കഴിയുമ്പോഴാ ഫറവോൻ തീരുന്നേ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം എന്നാന്നറിയാം? മുൻഗണന എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിൻ്റെതാ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രു തകരുകയോ പ്രതിസന്ധി മാറും എന്നുള്ളതല്ല. ശത്രു നിൽക്കുമ്പോ, പ്രതിസന്ധി നിൽക്കുമ്പോ ദൈവം പ്രവൃത്തി അയക്കാൻ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കുക. അവിടെ ഞാൻ ഒരു കാര്യം കൂടെ കയറി പറയാം. ഈ നിരാശയുടെ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിപാടി ഇന്ന് രാത്രി നിർത്തണം. കാരണം വീട്ടിൽ അച്ചായൻ നെഗറ്റീവ് പറഞ്ഞാൽ മക്കള് നെഗറ്റീവേ പറയും. അമ്മാമ്മ പറഞ്ഞാൽ അങ്ങനെ, പിന്നെ പിള്ളേര് നെഗറ്റീവേ പറയും. സ്വത്രം പിടികിട്ടിയില്ല. അപ്പൊ വീട്ടിൽ അപ്പനും അമ്മയും പറയുന്നത് സൂക്ഷിച്ചു പറഞ്ഞു. വടി കൊടുത്ത് അടി എന്ത് ചെയ്യരുത്? മേടിക്കരുത്. അച്ചായന് മിണ്ടാൻ പറ്റിയില്ല, അച്ചായൻ പേപ്പർ വായന നിർത്തിച്ചു പോയി കയറി. അങ്ങനെ കയറിപ്പോകാൻ നമ്മളായിട്ട് ഇടവരുത്തരുത്. ഞാൻ പറഞ്ഞ ഈ നെഗറ്റീവ് ഒന്ന് നിർത്തിക്ക്. 10 മിനിറ്റ് കൊണ്ട് കാര്യം പറഞ്ഞാൽ നിർത്തിക്കോളാം. സ്വത്രം. ഇപ്പോൾ ആകാശത്ത് വെളിച്ചം, ബാക്കി പറയാൻ പോവാ, ചിരിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. കാർമേഘം ശോഭിക്കേണ്ടതിന് ഞാനൊരു ദൂതങ്ങ് കയറി പറയാം. സഭയിൽ ശോഭിക്കേണ്ടതിന്, കുടുംബത്തിൽ ശോഭിക്കേണ്ടതിന്, ശുശ്രൂഷയിൽ ശോഭിക്കേണ്ടതിന്, വിദ്യാഭ്യാസത്തിൽ ശോഭിക്കേണ്ടതിന്, ശോഭിക്കാതിരിക്കാൻ കയറിയിരിക്കുന്ന ചില കാർമേഘങ്ങളെ ഇന്ന് രാത്രി എന്റെ കർത്താവ് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവസഭ ഒരുമിച്ച് അദൂതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറാകണം. സമയമുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് അവസാനത്തെ 1-2 മിനിറ്റിലേക്ക് വേഗത്തിൽ വരാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇരുപുറവും അടച്ചെന്നൊക്കെ പറഞ്ഞ പോലെ മുന്നോട്ടും ഇല്ല പിന്നോട്ടും ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇടപെടാൻ പോവുകയാ. 139 സങ്കീർത്തനം 5-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ മുൻപും പിൻപും അവൻ എന്നെ അടച്ചു. എന്തിനാ അടച്ചെന്നറിയാമോ? ആ കർത്താവിന്റെ കരം നിന്റെ മേൽ വരാനാ. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്.
സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ. യെശയ്യാവ് 63:12 വായിക്കുമ്പോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തന്റെ മഹത്വമുള്ള ഭുജം ആമേൻ യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കരത്തിന്റെ മേൽ വന്ന് എന്തിനാ? വീണ്ടെടുക്കപ്പെട്ടവന് വഴി തുറക്കേണ്ടതിന്. ആമേൻ. സ്തോത്രം. പ്രതിസന്ധി കണ്ട് ഭാരപ്പെടരുത്, വഴിയടഞ്ഞത് കണ്ട് ഭാരപ്പെടരുത്, ഉയരത്തിലേക്ക് നോക്കാൻ തയ്യാറാകുക. ആ വഴി ആർക്കും അടയ്ക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഹല്ലേലൂയ, ദൈവപ്രവൃത്തിയുടെ ആഴം അതിനകത്തുണ്ട് എന്ന് തിരിച്ചറിയാൻ ദൈവമക്കൾ തയ്യാറാകണം. മോശയുടെ കരത്തിൽ പ്രവാചകൻ മോശ കാണാത്ത, മോശ എഴുതാത്തതൊന്ന് ആത്മാവിൽ കണ്ട് പ്രവാചകൻ എഴുതുകയാ. മോശ കൈനീട്ടിയപ്പം മോശയുടെ കരത്തിന്റെ മേൽ യഹോവയുടെ മഹത്വമുള്ള ഭുജം. ഇന്ന് രാത്രി വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് കൈവെക്കാൻ പോവുക. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന അടഞ്ഞ വിഷയത്തെ തുറക്കാൻ യഹോവയുടെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാ. മുൻപും പിൻപും അടഞ്ഞതോർത്ത് ഭാരപ്പെടരുത്. ദൈവകരത്തിന്റെ ചലനങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ ദൈവമക്കൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നോ രണ്ടോ കാര്യം കൂടെ പറഞ്ഞു വേഗത്തിൽ ഹല്ലേലൂയ ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. ഈ ഏലിയാവിന്റെ കാര്യം നമുക്കറിയാം. 18 രാജാക്കന്മാർ 18 വായിക്കുമ്പോ ഏലിയാവ് ബാല്യക്കാരനെ അയക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം അല്ലെ? എല്ലാ ചരിത്രവും അറിയാം. പക്ഷെ ഈ പുള്ളി പോയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞ ഒന്നും കാണുന്നില്ല. എന്റെ ഭാഷ ഞാൻ പറയാം, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 3.5 വർഷമായി വരണ്ട് കിടക്കുകയാണ് അല്ലേ? ഊന്ന് പറയാം. പഴക്കം ചെന്ന വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ കരം വരാൻ പോകും. ഞാൻ ഒന്നുകൂടെ കയറി പറയാം. സ്വത്രം. മെഡിക്കൽ സയൻസ് പറഞ്ഞു വിട്ടുകളഞ്ഞേര്, ശരീരം പറഞ്ഞു വിട്ടുകളഞ്ഞേക്കാൻ, മനസ്സ് പറഞ്ഞു വിട്ടുകളഞ്ഞേക്കാൻ. ശൂനേങ്കാരി വിട്ടായിരുന്നു, വിഷയം വിട്ടായിരുന്നു. ഒരു കുഞ്ഞില്ലെന്ന് പോലും പ്രവാചകനോട് പറഞ്ഞില്ല. പിന്നെ പറഞ്ഞത് ഗേഹസ്യ. ആയുസ്സില് ഗുണമുണ്ടാകുന്ന ഒരു വാക്ക് ഗേഹസിയുടെ വായിൽ നിന്ന് വരുന്ന അത് മാത്രം. സ്തോത്രം. നിങ്ങൾ ഭാരപ്പെടണ്ട. എന്തെങ്കിലുമൊക്കെ ഗുണം ആരെ കൊണ്ടെങ്കിലും ഉണ്ടാകും എന്നോർത്ത് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഈ പുള്ളിക്കാരി ഈ വിഷയം വിട്ടു. എന്ന കാര്യം? മെഡിക്കൽ സയൻസ് നോ പറഞ്ഞു, ശരീരവും പറഞ്ഞു വിട്ടുകളഞ്ഞേക്കാൻ, മനസ്സും പറഞ്ഞു വിട്ടുകളഞ്ഞേക്കാൻ. സ്തോത്രം. സക്കറിയാവ് ഇത് തന്നെയല്ലേ ചെയ്തേ? ദൈവമക്കളെ, ദൂത് ഏറ്റെടുക്കണം. നിങ്ങൾ വിട്ട വിഷയം സ്വർഗം ഇന്ന് രാത്രി കയറി പിടിക്കുക. പറ്റുമെങ്കിൽ ആ കരമൊന്ന് അടിച്ചൊരു സ്തോത്രം പറഞ്ഞു. സ്തോത്രം. ശരീരം നോ പറഞ്ഞത്, വിട്ടുകളയാൻ പറഞ്ഞത്, മെഡിക്കൽ സയൻസ് വിട്ടുകളയാൻ പറഞ്ഞത്, അല്ലെങ്കിൽ മനസ്സ് വിട്ടുകളയാൻ പറഞ്ഞതിനെ സ്വർഗം ഇന്ന് രാത്രി കയറി പിടിക്കുന്നു എന്ന് തന്റെ ജനത്തോട് ആലോചന പറയാൻ ദൈവം എന്റെ അകത്ത് നിയോഗം തന്നെങ്കിൽ ആ ദൂതിനെ നിങ്ങൾ കയറി പിടിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ആമേൻ. ഈ വിഷയം 3.5 വർഷമായി പ്രതിസന്ധിയിൽ ആണ്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നാ നമുക്ക് കട്ടയമ്പടവും മടക്കി പോകാമെന്നല്ല ഏലിയാവ് പറഞ്ഞത്. ഏലിയാവ് വീണ്ടും മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അവൻ വീണ്ടും ബാല്യക്കാരനെ അയക്കുകയാ. ദൈവമക്കളെ ശ്രദ്ധിക്ക്. ഹല്ലേലൂയ. ബാല്യക്കാരൻ അവസാനം വരുന്നത് എന്തെന്നറിയാമോ? കൈപോലെ ഒന്ന് അല്ലെങ്കിൽ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി. ആമേൻ, ആമേൻ. പലതും നോ പറഞ്ഞെങ്കിലും, പല ആവർത്തി നോ കേട്ടെങ്കിലും, ഹല്ലേലൂയ, മുട്ടിലിരുന്ന് ആമേൻ നിരാശപ്പെടാതെ പ്രാർത്ഥിച്ച് ഭക്തന് വേണ്ടി
കൈപോലെ ഒന്ന് രാത്രി ദൈവമക്കളോട് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറുപടിയുടെ ദർശനം പ്രാപിച്ചിട്ട് എഴുന്നേൽക്കാവൂ. മറുപടിയുടെ ദർശനം പ്രാപിച്ചിട്ട് ആശീർവാദം പറയാൻ ഹല്ലേലൂയ തയ്യാറാകുകയുള്ളൂ. പ്രാർത്ഥന തുടരുക. ഒന്നും കാണുന്നില്ലെന്ന്, ഒന്നും നടക്കില്ലെന്ന് ആര് പറഞ്ഞാലും അതല്ല, ദൈവം പറയുന്നു. അവൻ പ്രാർത്ഥിക്കുന്ന എന്റെ ജനത്തിന് വേണ്ടി, അവൻ ഉപവസിക്കുന്ന അവൻ എന്റെ പ്രിയമുള്ളവർക്ക് വേണ്ടി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇല്ല എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് അവൻ നോ പറഞ്ഞ വ്യക്തിയിൽ കൂടെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഈ രാത്രി തിരിച്ചറിയുക. ഇയ്യോബിനെ പോലെ ഇന്നലെ ഒരു തകർച്ച കാറ്റ് കൊണ്ടുവന്നത് ശരിയാ, പക്ഷേ ചുഴലിക്കാറ്റിലും വഴിയുള്ള ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാ. ഒറ്റ വാക്ക് പറഞ്ഞ് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. ആകാശത്ത് ഞാൻ പറഞ്ഞല്ലോ, ശോഭിക്കേണ്ടത് നക്ഷത്രങ്ങളാ. പക്ഷേ ഈ നക്ഷത്രങ്ങള് ശോഭിക്കാതെ കാർമേഘം മൂടിക്കിടക്കുക. എവിടെയാ ഇതിന്റെ ദൂതെന്നറിയുമോ? അവൻ ഒരിക്കലേ ഒന്നും പ്രതീക്ഷിക്കാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോ കൂടാരത്തിനകത്ത് കയറി മൂടി പൊതച്ച് കിടക്കുക അബ്രഹാം. സ്തോത്രം. സ്വർഗം കരം പിടിച്ചു പുറത്തിറക്കിയിട്ട് പറഞ്ഞു, നീ ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു. ആകാശത്തോട്ട് നോക്കിയിട്ട് പറയുക, നിന്റെ സന്തതിയെ ഞാൻ ഇത് നക്ഷത്രങ്ങളെ പോലെ ആക്കും. ദൈവമക്കൾ കേട്ട് തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. അപ്പൊ ശോഭിക്കേണ്ടതിന് വാഗ്ദത്ത സന്തതി ഫറവോൻ എന്ന കാർമേഘ പടലത്തിന്റെ കീഴിൽ മിസ്രൈമിന്റെ ആധിപത്യത്തിൽ കിടക്കുക. ദൂത് മനസ്സിലാക്കി സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. വല്യപ്പൻ കേട്ട വാഗ്ദത്തം അടുത്ത തലമുറ ഫറവോൻ എന്ന കാർമേഘത്തിന്റെ കീഴിൽ ഇരുമ്പ് ചൂളയ്ക്കകത്ത് കസ്തതയുടെ തീച്ചൂളയ്ക്കകത്ത് ഒന്നും നന്മയൊന്നും അനുഭവിക്കാൻ കഴിയാതെ ശരീരത്തിൽ വടുക്കളും പാടുകളുമായി ചാട്ടവാറിന്റെ പ്രഹരമേറ്റ് ഹല്ലേലൂയ അവിടെ കിടക്കുകയാ. ഹല്ലേലൂയ. അവിടെയാണ് ദൈവം തന്റെ കാറ്റടിപ്പിച്ച് ചോരത്തളി ആചരിപ്പിച്ച് തന്റെ ജനത്തെ ഇക്കരെ കൊണ്ടുവരിക. ഒരു കാര്യം ഞാൻ പറയാം, ചെങ്കടലിന്റെ ഇക്കരെ നിനക്ക് കണ്ണുനീരിൻ്റെതാണെങ്കിൽ അക്കരെ ഉണ്ട്, ഇക്കരെ കൊണ്ട് തീരുകയല്ല. അക്കരെ അത് ആരാധനയുടേതാ. നീ തപ്പെടുക്കുന്ന ഇന്നലകളിൽ പ്രതികൂലം കണ്ട് നീ തപ്പ് വെച്ചില്ലേ? ഇന്നലകളിൽ പ്രതികൂലം കണ്ട് നീ ആരാധന നിർത്തിയില്ലേ? ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, കണ്ണുനീരിന്റെ തീരം മാത്രമല്ലുള്ളത്, നിലവിളിയുടെ തീരം മാത്രമല്ലുള്ളത്, ഒരു മറുകരയുണ്ട്. അവിടെ നീ തപ്പെടുക്കുന്ന, സന്തോഷിക്കുന്ന, ഉല്ലസിക്കുന്ന, പരിശുദ്ധാത്മാവിൽ ബലപ്പെടുന്ന ഒരു മറുകരയുണ്ട് എന്ന് വിശ്വസിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, നിങ്ങൾ പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ കൊണ്ടുവരുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളാകട്ടെ, ആത്മീക സന്തതികളായിക്കോട്ടെ, അത് ശോഭിക്കേണ്ടതാണ്. പ്രാർത്ഥനയിൽ, വിദ്യാഭ്യാസത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, സമൂഹത്തിൽ ഒക്കെ ശോഭിക്കേണ്ടതാ. നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ ശോഭിക്കേണ്ടവരാ. ആലയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങൾ ശോഭിക്കേണ്ടവരാ. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവന് ശോഭിക്കേണ്ടവരാ. ശുശ്രൂഷയിൽ നിങ്ങൾ ശോഭിക്കേണ്ടവരാ. പക്ഷേ ഒരു കാർമേഘം കയറിക്കിടക്കുക. വിശ്വസിക്കുക. ഞാൻ വാക്കുകൾ നിർത്തുമ്പോ ദൂതിനൊട്ട് ചലിക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. വിശ്വസിക്കുന്ന രാത്രി എനിക്കായി ദൈവം ഒരു കാറ്റയക്കുന്നുണ്ട്. ഞാൻ പ്രയോജനമായി തീരുന്ന, ഞാൻ ദൈവരാജ്യത്തിന് അനുഗ്രഹമായി തീരുന്ന, ദേശത്ത് അനുഗ്രഹിക്കപ്പെടുന്ന, സഭ മാനിക്കപ്പെടുന്ന മേഖലയിലേക്ക് ആ കാർമേഘത്തെ മാറ്റുന്ന, ഫറവോനെന്ന പിന്തുടർന്നു വരുന്ന ആ അന്ധകാര ശക്തിയെ എന്നേക്കുമായി തുടച്ചു കളയുന്ന ആ കാറ്റ്, അല്ലെങ്കിൽ തന്റെ ജനത്തിന് വഴിയായും ശത്രുവിന് എന്നേക്കും അവസാനമായും വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവപ്രവൃത്തി എത്ര പേര് പ്രതീക്ഷിക്കുന്നു? നിരാശകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ക്ഷീണങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പിന്നോട്ടുള്ള മേഖലകള്, സ്റ്റക്കായി നിൽക്കുന്ന സാഹചര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ദൈവകൃപയിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ദൈവപ്രവൃത്തി വെളിപ്പെടും എന്ന ആഴത്തിൽ വിശ്വസിക്കുക. കർത്താവിന്റെ കരുണയും കരുതലും തന്റെ ജനത്തോടൊപ്പം ഉണ്ട് എന്ന് ആവർത്തിച്ചോർപ്പിച്ചുണർത്തിച്ച് ദൈവനാമത്തിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവി വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കി തന്ന ദൈവദാസന്മാര്, ദൈവസഭ പ്രിയമുള്ളവർ എല്ലാവരോടും നന്ദി പറഞ്ഞ്
വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.